ഹലോ, വ്യത്യസ്തമായ ദോശകൾ കഴിക്കുന്ന നമുക്ക് ഇന്ന് അടിപൊളി രുചിയിലൊരു ദോശ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ ഒരു സവാള ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക്. ഇത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കുറച്ചധികം ആവാം, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ആവാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടികൾ മാത്രം നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് ഇത് ഒരുപാട് അങ്ങ് ലൂസ് ആക്കരുത്. അത്യാവശ്യത്തിന് ചെറിയൊരു കട്ടിയോടുകൂടി വേണം കേട്ടോ ഇത് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇതിലേക്ക് നമുക്കിനി 1-2 ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ അത്രയും നല്ലത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൊത്തിയരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയിലയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും കൂടി ഒരു വല്ലാത്ത ജാതി സ്മെല്ലും ടേസ്റ്റൊക്കെ ആണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെയാണ്. ബാറ്റർ റെഡി ആയതിനു ശേഷം ഒരു 10 മിനിറ്റെങ്കിലും വയ്ക്കുക കേട്ടോ. അതിനുശേഷം പാൻ ചൂടാക്കിയുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇതുപോലെ 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ പരത്താതെ ചെറിയൊരു കട്ടിയോടുകൂടി തന്നെ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചുറ്റും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്, അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ മറിച്ചിട്ടിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കരിച്ച് കളയരുത്. ചെറു തീയിൽ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ ഈ ഗാർലിക്കും പൊട്ടറ്റോവും അതുമാത്രമല്ല മല്ലിയും എല്ലാം കൂടി ചേർത്തുള്ള അടിപൊളി സ്മെല്ലാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുമാത്രമല്ല വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കൂടെയാണ് ഇത് വെറുതെ കഴിക്കാൻ രുചിയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കറികൾ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറിയോ മുട്ടക്കറിയോ ബീഫോ ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു അട്ടാറ് ടേസ്റ്റാണ്. ഇതുപോലൊരു മല്ലിദോശയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് കയറി കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്